നമുക്കിത് വെച്ചിട്ട് നല്ലൊരു മുതിരക്കറി ഉണ്ടാക്കാം. ഞാനിത് പറിച്ചതാണ് ഇപ്പോൾ ഫ്രഷായിട്ട്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പറിച്ചെടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും അതൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു മുതിരക്കറി, നല്ല അടിപൊളി മുതിരക്കറി ഉണ്ടാക്കാം നമുക്ക്. വഴുതനങ്ങയും മുതിരയും എന്നും നല്ലൊരു കോമ്പിനേഷനാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് മുതിര ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. മുതിര ഒന്ന് കുറച്ചൊന്ന് ഡീപ്പ് ഫ്രൈ ആവുന്നവരെ വറുത്തെടുക്കുക ഗ്യാസിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അതായത് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ഉണങ്ങിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാടൊന്ന് പൊടിക്കറ്, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ പരിപ്പാക്കി എടുക്കുക. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പാറ്റിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. ഇത് നല്ല വൃത്തിയായി കഴുകി ഒരു കുക്കറിൽ ഇടുക. എന്നിട്ട് ഒരു തക്കാളിയും ഒരു 3-4 നല്ല എരിവുള്ള പച്ചമുളകും ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവാൻ വെക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും പാർന്നു നമുക്കിതൊരു 5 വിസിലിന് വേണം. നല്ല വേവുണ്ടാവും മുതിരക്ക്. അതുകൊണ്ട് ഒരു 5 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. മുതിര വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഉള്ളി, മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി അധികമായാൽ കറി രസം ഉണ്ടാവില്ല. മുളക് പൊടി കുറച്ച്, എപ്പോൾ മുതിരക്കറിക്കും പരിപ്പറിക്കെല്ലാം മുളക് പൊടി കുറച്ചേ കൂട്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നരച്ചിട്ട് എടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ നല്ല മൈ പോലെ അരഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ച കുറച്ചൊന്ന് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ആയി വരണം. ഈ വഴുതനങ്ങ ഒരിക്കലും മുതിരൻ്റെ കൂടെ വേകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുതിര വെന്ത് കഴിയുമ്പോൾ, മുതിരക്ക് ഒരുപാട് വേവുള്ളതാണ്. അപ്പോൾ മുതിര വെന്ത് കഴിയുമ്പോഴത്തേക്ക് വഴുതനങ്ങയൊന്നും കാണാനുണ്ടാവില്ല, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനെ ഒരു വേറെ ഫ്രൈ ആക്കിയിട്ട് മസാലയിൽ വേവിച്ചിട്ട് വേണം എടുക്കാൻ. വഴുതനങ്ങ ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ അരച്ചു വെച്ച മസാല ഒന്ന് ചേർത്ത് വെക്കാം. ഈ വഴുതനങ്ങ ഈ മസാലയിലൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആൾറെഡി കുക്കറിൽ മുതിരക്ക് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഇതിന് കുറച്ചൊരു ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതിലൊന്ന് ചെറുതായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മളെ മുതിര ഒന്ന് നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞാൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുക, ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക ചെറിയ ഫ്ലാമിൽ. ഇത് നമ്മൾ വഴുതനങ്ങ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ മസാലയിൽ. അപ്പോൾ ഇതിൽ ഇനി മുതിര ചേർത്തിട്ടില്ല, ചേർക്കണം. അപ്പോഴേക്കും നമുക്ക് എന്താക്കുന്നത്, കുറച്ച് പുളി, ഒരു ചെറിയൊരു ഉരുള പുളി പിഴിഞ്ഞിട്ട് അതങ്ങനെ പാർന്നു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വെന്ത മുതിരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുതിര നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മുതിരയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച മുതിര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുതിര വേറെ വഴുതനങ്ങ വേറെ വേവിക്കുമ്പോൾ
വഴുതനങ്ങ വേറെ വേറെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കൂടെ ഒന്നിച്ചിട്ടണമെങ്കിൽ അതെല്ലാം അടിഞ്ഞു പോകും, വെന്തടിഞ്ഞു പോകും. അപ്പോൾ ഇത് വേറെ വേറെ വേവിക്കുന്നതെങ്കിൽ ഈ മസാലയിൽ വേവിച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടും, പിന്നെ വേറെ വേറെ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും, വെന്തടിഞ്ഞു പോകില്ല. ഇതാ നമ്മളെ മുതിരയും വഴുതനങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കറി. വെറും ഇത് മാത്രം മതി ചോറ്, ഒരു പറ ചോറ് ഉണ്ണാൻ, വേറൊന്നും വേണമെന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഈ മസാലയും മുതിരയിലും കൂടിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഒന്നിച്ച് ചേർന്നൊന്ന് നല്ല മൊയ്ത്തിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാദ്യമായിട്ട് കാണുന്നതെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മളെ തൊടിയിൽ നിന്ന് എന്തെങ്കിലും നട്ട് നനച്ച് ഉണ്ടാക്കി നമ്മൾ അധ്വാനത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മളത് കറി വെക്കുമ്പോൾ അതിനൊരു രുചിക്കൂട്ട് വേറെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി പച്ചക്കറി വിഷമടിച്ച പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെക്കുന്ന പോലെയല്ല. അത് എന്തായാലും പച്ചമുളകായാലും തക്കാളി ആയാലും വഴുതനങ്ങ ആയാലും എന്തായാലും ഒരു 2 ചെടി നമ്മളെ തൊടിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ ഇഷ്ടംപോലെ പറിക്കാനും ഉണ്ടാവും, നല്ല രസത്തിൽ കറിയും വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ നാടൻ കറി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.